ാണ് സ്ഥിരതയോടുകൂടെ ഓടുക. റൺ വിത്ത് എൻഡ്യൂറൻസ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തെ പ്രമേയമാക്കി ചർച്ച ചെയ്യുന്ന ഒരു ആത്മീക കൂടിവരവാണ് നമ്മുടെ ഈ 101-ാമത്തെ ജനറൽ കൺവെൻഷൻ. വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ആശയസമ്പുഷ്ടമാകുന്ന ആലോചനകൾ നമ്മെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഉറപ്പിക്കുവാൻ, ധൈര്യപ്പെടുത്തുവാൻ, ഗുണപരമായി നമ്മിൽ വരുത്തേണ്ട രൂപാന്തര ശബ്ദങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ ദാസന്മാർ നമുക്ക് നൽകി തരുവാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ നൽകി തന്ന കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കണമെന്ന് സ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് അറിയിപ്പുണ്ടായ ആ സമയം മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മനസ്സിൽ നൽകി തന്ന ഒരാലോചന ശബ്ദം ഈ പകലിൽ ഞാൻ ദൈവമക്കളിലേക്ക് കൈമാറി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ക്രിസ്തീയ ഓട്ടം എന്ന വിഷയത്തെ അധികരിച്ചുള്ള ചിന്തകൾ. ഓട്ടം സമം ജീവിതം, ക്രിസ്തീയ ഓട്ടം സമം ക്രിസ്തീയ ജീവിതം എന്ന ഈ ആശയം ദൈവമക്കളുടെ മനസ്സിൽ ഇരിക്കെ നാം ഒരു സുഖജീവിതത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതല്ല. കഷ്ടതകൾ കൊണ്ട് മാത്രം കഷ്ടജീവിതം ജീവിക്കുവാനും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമല്ല. ശക്തമായ ഒരു ജീവിതം ജീവിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടമാ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സുഖമായി എങ്ങനെങ്കിലും ഓടി അവസാനിപ്പിക്കാം എന്നുള്ള ആശയമല്ല, കഷ്ടതകളിൽ കൂടെ മാത്രം ഓടി തീർക്കുക എന്നുള്ള അർത്ഥവുമല്ല. നമ്മുടെ ഓട്ടം ശക്തിയോടെ ആരംഭിച്ചു, ശക്തിയോടെ തുടരുന്നു, ശക്തിയോടെ അവസാനിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുന്ന ഒരു പകലായി തീരട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മുടെയൊക്കെ ഹൃദയസ്ഥമായി കഴിഞ്ഞ വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ ഓടുക. 11-ാമത്തെ അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക നിരത്തിക്കൊണ്ട് എബ്രായ ലേഖനകർത്താവ് അവരുടെ ജീവിതത്തെ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടിയിട്ട് ഓർപ്പിക്കുകയാണ്. ഇവരൊക്കെ വിശ്വാസത്തിൻ്റെ വീരന്മാരാണ്. ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽ നാം വായിക്കുമ്പോൾ അവരുടെ ജീവിതം ഓടിത്തുടങ്ങിയപ്പോൾ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ വീരന്മാരായതുകൊണ്ടല്ല അവർ ഈ ഓട്ടം ഓടിത്തുടങ്ങിയത്. ഓടിക്കഴിഞ്ഞപ്പോൾ അവർ വിശ്വാസത്തിൻ്റെ വീരന്മാരാകുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകല് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ദൈവാത്മാവിൽ ഓർപ്പിക്കട്ടെ, നാം ഒക്കെ ഓടിത്തുടങ്ങുമ്പോൾ അശക്തിയിൽ നിന്നും നമ്മുടെയൊക്കെ അപര്യാപ്തതകളിൽ നിന്നുമാണ് നാം ഒക്കെ ഈ ഓട്ടം ഓടിത്തുടങ്ങുന്നത്. എന്നാൽ ഈ പകൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇത് അവസാനിക്കുന്ന ഭാഗമാകുമ്പോൾ നാം ഒക്കെ വിശ്വാസത്തിൻ്റെ വീരന്മാരായി ഈ ഓട്ടം അവസാനിപ്പിക്കുവാനിടയായി തീരണം. ഈ പകൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രബുദ്ധരായ ദൈവദാസന്മാർ കഴിവുകൊണ്ടും ശുശ്രൂഷ കൊണ്ടും പ്രാഗൽഭ്യം കൊണ്ടുമൊക്കെ എന്നെക്കാളും ശക്തരായ ദൈവദാസന്മാരുടെ മുൻപിൽ, ദൈവ മക്കളുടെ മുൻപിലാണ് ദൈവത്തിൻ്റെ വചനം ഞാൻ സംസാരിക്കുന്നത്. എങ്കിലും ഇന്ന് പകൽ ഒരു നിയോഗം അനുസരിച്ച് ദൈവാത്മാവിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നാം വെറുതെ നമ്മുടെ ഓട്ടം അവസാനിപ്പിക്കുകയല്ല, ശക്തിയോടുകൂടെ നമ്മുടെ ഓട്ടം അവസാനിപ്പിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന ആത്മാർത്ഥമായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം ഒരു അറീനയിൽ ദൈവസന്നിധിയിൽ ഓടുന്ന ഓട്ടക്കാരെ നോക്കിയിട്ട് പൗലോസ് പറയുകയാണ്, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം. കാണികളല്ല അവർ. സാക്ഷികൾ എന്ന വാക്ക്, വിറ്റ്നസ് എന്ന് പറയുന്ന വാക്ക്, അതിൻ്റെ യവനായ ഭാഷയുടെ തനതായ വ്യാഖ്യാനം മാർട്ടിയർ എന്ന വാക്കാണ്. അർത്ഥം രക്തസാക്ഷി എന്നാണ്. ജീവൻ പോലും നൽകിക്കൊടുത്ത് ദൈവം ആരെന്ന് വെളിപ്പെടുത്തിയ വിശ്വാസ വീരന്മാരുടെ ചരിത്രമാണ് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. അവര് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന, വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാണികളല്ല അവർ. നേരെ മറിച്ച് ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികൾ എന്താണെന്ന് നമ്മോട് സാക്ഷീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ, നാം ഒരു സാക്ഷിയായി തീരുന്നത് എങ്ങനെയാ?
നാം മറ്റുള്ളവരുടെ മുൻപിൽ ഒരു സാക്ഷിയായി തീരുന്നത് എന്നെ പോലെ ഒരു വ്യക്തിയെ ദൈവത്തിന് എപ്രകാരം രൂപാന്തരപ്പെടുത്തി ദൈവത്തിന് പ്രയോജനകരമായി ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രചോദനമായി തീരുവാൻ എനിക്ക് എന്ന് സാധിക്കുമോ അന്നാണ് ഞാനൊരു സാക്ഷിയായി തീരുവാൻ ഇടയായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം പറയുന്ന ഒരു വ്യക്തിയായിട്ടല്ല, എൻ്റെ ജീവിതം എന്ന് സാക്ഷ്യം പറയുവാൻ വേണ്ടി തുടങ്ങുമോ? ഇന്ന് പകലിൽ ഈ പന്തലിന്റെ കീഴിലിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, നാം നമ്മെ കുറിച്ച് പറയുന്നതിനേക്കാൾ അപ്പുറമായി, നാം നമ്മെ തന്നെ ഉയർത്തുന്നതിനേക്കാൾ അപ്പുറമായി, നാം നമ്മെ തന്നെ മറ്റുള്ളവരൊരു പരിചയപ്പെടുത്തുന്ന വാക്കുകൾ ഉപയോഗിച്ച് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ അപ്പുറമായി നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ ഒരു സാക്ഷ്യമായി മാറിക്കഴിഞ്ഞാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ രൂപാന്തര ശക്തിയിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുവാൻ ഇടയായി തീരും. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട് ജീവിതം തന്നെ രൂപാന്തരമായി കർത്താവിന്റെ സന്നിധിയിൽ മാറി തീർന്നു കഴിഞ്ഞാൽ ഈ ദൈവം ആരെന്ന് ദേശം അറിയുവാൻ വേണ്ടി ഇടയായി തീരും, ആളുകൾ അറിയുവാൻ വേണ്ടി ഇടയായി തീരും. എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഹല്ലേലൂയ പ്രത്യേക പദ്ധതികൾ നമ്മൾ ഒരുക്കേണ്ട ആവശ്യമില്ല. പരിചയപ്പെടുത്തുവാൻ വേണ്ടി പണം മുടക്കി അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആത്മീകൻ ആരെന്ന് വെളിപ്പെടുന്നത് അവന്റെ ആത്മീക ജീവിതത്തിൽ കൂടെയാണെങ്കിൽ, ആത്മീക സഭ വെളിപ്പെടുന്നത് അവിടെ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയും വിശുദ്ധ ജീവിതത്തിൽ കൂടെയാണെങ്കിൽ, ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ നമ്മുടെ മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ട് ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തിയിൽ ബലപ്പെട്ട് വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഒന്ന് ഒരുക്കപ്പെടുവാൻ ഇടയായി തീർന്നാൽ സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തോടുകൂടെ എനിക്കും നിങ്ങൾക്കും എഴുന്നേറ്റ് നിൽക്കുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. വെറുതെ എത്തിച്ചേരുന്ന കുറച്ചുപേരെ ചേർത്ത് സ്വർഗരാജ്യത്തിന് അംഗമാക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവസാനത്തെ വ്യക്തി പോലും വിശ്വാസത്തിന്റെ വീരൻ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തുള്ളെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തവരുടെ ഗണത്തിനകത്ത് അവിശ്വാസി എന്നൊരു പേരുണ്ടെങ്കിൽ, വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് വിശ്വസ്തനാകുന്ന ദൈവത്തിൽ വിശ്വസിക്കാതെ ജീവിത സാഹചര്യങ്ങളുടെ നടുവില് അലഞ്ഞുപോയ വരഞ്ഞുപോയ ഭക്തന്മാർ മാറി നിൽക്കുമ്പോൾ ഇന്ന് പകൽ ജീവിതത്തിൽ ഒന്നും പുകഴ്ച പറയുവാനില്ലെങ്കിലും യേശുവിൽ മാത്രം വിശ്വാസം ഉറപ്പിച്ച ഒരു ദൈവ പൈതൽ ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ കഴിയും, ഞാനും ഒരു വിശ്വാസത്തിന്റെ വീരനായി തീരുവാൻ. പ്രൈസ് ദി ലോർഡ്. ഓട്ടം തെറ്റിച്ച് ഓടുന്ന ഒത്തിരി ആളുകളുണ്ട്, ജീവിതം തെറ്റിച്ച് സഞ്ചരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ വിശ്വാസ ജീവിതത്തെ സ്ഥിരതയോടുകൂടെ നീ ഓടുകയാണെങ്കിൽ you would be also praised as a hero of faith. You don't have to advertise yourself as a hero of faith. നീ ആരെന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, ദൈവം തന്നെ നിന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഇടയായി തീരും. Praise the Lord. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിനകത്ത് ആമേൻ ഇവർ സാക്ഷികളായി നമ്മോട് സാക്ഷ്യം പറയുന്നു 12-ാം അധ്യായത്തിലെങ്കിൽ 11-ാമത്തെ അധ്യായത്തിൽ ദൈവം ഇവർക്ക് സാക്ഷ്യം നിൽക്കുകയാ. Praise the Lord. ആർക്കാ സാക്ഷ്യം പറയുവാൻ ഹല്ലേലൂയ യോഗ്യത നേടുവാൻ കഴിയുന്നത്? ദൈവം സാക്ഷ്യപ്പെടുത്തിയവന് മാത്രമേ മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷിയായി നിൽക്കുവാൻ കഴിയുകയുള്ളൂ. Praise the Lord. ദൈവം അംഗീകരിക്കാത്ത ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുൻപിൽ എടുത്തുയർത്തുവാൻ നമുക്ക് കഴിയുകയില്ല. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, മനുഷ്യന്റെ ബലം കൊണ്ടോ മനുഷ്യന്റെ സാഹസം കൊണ്ടോ ആരെയും ഉയർത്താൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് പകൽ ദൈവം ഒരു മനുഷ്യനെ ഉയർത്തിയാൽ, ദൈവം ഒരു മനുഷ്യന് സാക്ഷ്യം പറഞ്ഞാൽ അവനെ താഴ്ത്താൻ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? കരകൾ ചേർത്തടിച്ച് അല്പനിമിഷം ദൈവത്തിൽ ഒന്ന് സ്തോത്രം ചെയ്താൽ. എബ്രായർ 11:2 അതിനാലല്ലോ പൂർവികന്മാർ സാക്ഷ്യം ലഭിച്ചത്. എബ്രായർ 11:4 വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് ഹല്ലേലൂയ കൈൻഡിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. 11:5 അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹാനോക്കിനെ കുറിച്ച് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുന്നമേ സാക്ഷ്യം പ്രാപിച്ചു. ആര് സാക്ഷ്യം പറഞ്ഞു? ദൈവം സാക്ഷ്യം പറഞ്ഞു. Praise the Lord. ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ വ്യക്തി ഹല്ലേലൂയ വിശ്വാസത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നവർക്ക് സാക്ഷ്യം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാ. Praise the Lord.
എന്താ അവർ പറയുന്ന സാക്ഷ്യം? സ്നേഹിത, ഞങ്ങൾ ആരും തുടങ്ങിയപ്പോൾ വീരന്മാരല്ലായിരുന്നു, ഞങ്ങൾ ആരും തുടങ്ങിയപ്പോൾ ബലവാന്മാരല്ലായിരുന്നു, ഒന്നുമില്ലാത്തവരായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം രൂപാന്തരപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ, ദൈവവചനത്തിന്റെ ശക്തി ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കുകയാ. നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയുടെ ചലനാത്മകമാകുന്ന ദൈവാത്മാവ് ഈ 6ാമത്തെ പകലിലും ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ചിലരെ വിശ്വാസത്തിന്റെ വീരന്മാരുടെ പട്ടികകളിലേക്ക് രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. Praise the Lord. ദാവീദ് എന്ന് പറയുന്ന മഹാരാജാവ് സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ഇസ്രായേൽ ദേശത്ത് ഒരു പുതിയ പ്രതിഭാസം ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. എന്താ? ദാവീദിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന അവന്റെ നായകന്മാരെ കുറിച്ച്, സൈന്യത്തെ കുറിച്ച് പറയുമ്പോൾ വീരന്മാരെ കുറിച്ച് ദാവീദിന്റെ കാലഘട്ടത്തിൽ എഴുതി. ശ്രദ്ധിക്കണേ, ദാവീദിന് മുൻപൊരു രാജാവ് ഉണ്ടായിരുന്നു, ശൗല്. ശൗലിന്റെ കാലഘട്ടത്തിൽ ശൗലും യോനാഥാനും അല്ലാതെ വേറൊരു വീരനും ഉണ്ടായിട്ടില്ല. Praise the Lord. എന്നാൽ ദാവീദിന്റെ കാലഘട്ടം വന്നപ്പോൾ വീരന്മാർ എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. എന്താ കാര്യം? ഹല്ലേലൂയ, വീരനാണ് നായകനെങ്കിൽ വീരന്മാർ എഴുന്നേൽക്കുവാൻ ഇടയായി തീരും. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നയിക്കുന്നത് ആത്മനിറവുള്ളവനാണെങ്കിൽ ആത്മനിറവുള്ള സഭ എഴുന്നേൽപ്പിക്കുവാൻ ഇടയായി തീരും. ദൈവവചനത്തിൽ നിറഞ്ഞു ശുശ്രൂഷിക്കുന്ന അഭിഷിക്തന്മാരാണോ ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ? ദൈവവചനത്തിൽ ശക്തിയോടെ നിൽക്കുന്ന സഭ എഴുന്നേൽക്കുവാൻ ഇടയായി തീരും. ആരാധിക്കുന്ന അഭിഷിക്തന്മാരാണോ ദൈവസഭയെ നയിക്കുവാൻ ഇടയായി തീരുന്നത്? ആരാധിക്കുന്ന ദൈവസഭ എഴുന്നേൽക്കുവാൻ ഇടയായി തീരും. നിന്റെ പക്കൽ എന്താ ഉള്ളത് അത് മാത്രമേ നിനക്ക് പകരാൻ പറ്റത്തുള്ളെന്ന് ഇന്ന് പകൽ ദൈവമക്കൾ അറിയാതെ പോകരുത്. നിന്റെ പക്കൽ എന്താ ഇന്ന് പകൽ ഉള്ളത്? പത്രോസും യോഹന്നാനും പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കൊന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്, യേശുവിന്റെ നാമത്തില് എഴുന്നേറ്റ് നടക്ക. ഇന്ന് പകൽ ദൈവസഭയ്ക്ക് ഈ ദേശത്തോട് പറയുവാനുള്ളത് എന്താണ്? എന്റെ പക്കലുള്ള ഒരു നാമമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രാപിച്ചെടുക്കുന്ന ഒരു പകലാകട്ടെ. കർത്താവെ, വെറുതെ വന്ന് വെറുതെ പോകുവാനല്ല, ഈ പകൽ നിറഞ്ഞവരായി പകരത്തക്കവണ്ണം എന്തെങ്കിലും പ്രാദേശിക സഭകളിലേക്ക്, ദേശത്തിലേക്ക് മടങ്ങി കാലെടുത്ത് വെക്കുമ്പോൾ ദേശത്തിൽ വ്യാപരിക്കുന്ന അദൃശ്യ ശക്തികൾ വിട്ടുമാറത്തക്കവണ്ണം ദൈവാത്മാവിന്റെ ഒരു നിറവ് ഇന്ന് പകൽ ഈ പന്തലകത്ത് വ്യാപരിച്ചിറങ്ങുന്ന പകല്, പ്രാപിച്ച ദൈവകൃപയില് ശക്തിപ്പെടുന്ന ഒരു പകലായി ഈ പകൽ മാറ്റി തീർക്കട്ടെ. Praise the Lord. Praise the Lord. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് ഓടി വരികയാണ്. ശ്രദ്ധിക്കൂ, റോമാലേഖനം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ടും നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ. മുന്നെഴുതിയിരിക്കുന്നത് പൗലോസ് റോമാലേഖനം എഴുതുമ്പോൾ മുന്നെഴുതിയിരിക്കുന്നത് he is pointing to the Old Testament scriptures. പഴയ നിയമത്തിന്റെ ഭാഗങ്ങളിലേക്ക് പൗലോസ് ഹല്ലേലൂയ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, ശ്രദ്ധിക്കൂ, ആ ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് വെറുതെയല്ല, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയാ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഓട്ടത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ധൈര്യമുളവാകുവാൻ വേണ്ടിയാ, പ്രബോധനത്തിന് വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമങ്ങൾ ഉപേക്ഷിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ നടുവിലുണ്ട്. അഭിമാനത്തോട് പലരും പറയാറുണ്ട്, പാസ്റ്റർ, പഴയ നിയമം ഒന്നും ഞങ്ങൾ അത്രത്തോളം വായിക്കത്തില്ല, പിന്നെ ആകെ സങ്കീർത്തനമൊക്കെയാണ് ഞങ്ങൾ വായിക്കുന്നത് എന്ന് പകൽ ശ്രദ്ധിക്കണമേ. വായിക്കാതെ നഷ്ടപ്പെടുത്തി പോകുന്ന ഭാഗം എന്താ? എഴുതിയിരിക്കുന്നത് പൗലോസ് പറയുക, മുന്നെഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? സ്ഥിരതയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, ധൈര്യത്തിന് വേണ്ടി എഴുതിയിരിക്കുകയാ. കാരണം എന്തുവാ? വീട്ടിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, വീട്ടിൽ പ്രശ്നം അനുഭവിച്ച യോസേപ്പിനെ നോക്കിയാൽ വീട്ടിൽ പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഭക്തന്മാർക്ക് ബലപ്പെടുവാൻ വേണ്ടി ഇടയായിത്തീരും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്നാൽ അസാധ്യമെന്ന് എപ്പോ തോന്നുമോ അന്നേരം ഹല്ലേലൂയ ബലം കുറഞ്ഞ ഒരു മോശയെ ദൈവം തെരഞ്ഞെടുത്തുന്നു. വിക്കനെ കൊണ്ട് ദൈവം 6 ലക്ഷത്തിൽ പരം വരുന്ന ആളുകളെ നടത്തുവാൻ ദൈവം ശക്തി വെളിപ്പെടുത്തിയെന്നും വായിക്കുമ്പോൾ, ഞാൻ എത്ര ചെറിയവനാണെങ്കിലും, ഞാൻ എത്ര ബലം കുറഞ്ഞവനാണെങ്കിലും എൻ്റെ അകത്തൊരു ധൈര്യം വ്യാപരിക്കും. മോശയ്ക്ക് അത് കഴിയുമെങ്കിൽ ദൈവം എന്നെയും ശക്തീകരിക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, പ്രതികരിക്കുവാൻ എപ്പോഴെങ്കിലും ഒക്കെ തോന്നുമ്പോൾ, ഹല്ലേലൂയ, മത്സരത്തോടു കൂടെ തിരിച്ചടിക്കണമെന്ന് എപ്പോഴൊക്കെ തോന്നുമോ അപ്പോൾ ഹല്ലേലൂയ മൗനമായി മാറി നിന്ന ദാവീദിനെ പോലെ ആത്മാവിന്റെ ഹല്ലേലൂയ സ്വഭാവം ഏറ്റെടുക്കുവാൻ
Praise the Lord. If you're not reading that, if you're not reading about Joseph, if you're not reading about Moses, if you're not reading about David, you are missing out a whole lot for your race. നിന്റെ ഓട്ടത്തിന് സ്ഥിരത നഷ്ടപ്പെടുന്നത് പലപ്പോഴും പുസ്തകം വായിക്കാത്തത് കൊണ്ട്, തിരുവെഴുത്ത് വായിക്കാത്തത് കൊണ്ട്. എന്നാൽ ഇന്ന് പകൽ തിരുവെഴുത്തിലേക്ക് തിരിയുന്ന ഒരു സമൂഹമുണ്ടോ? ഇന്ന് പകൽ ആത്മാവിന്റെ അഭിഷേകം നിയന്ത്രിക്കുന്നത് മനുഷ്യനല്ല. Praise the Lord. നമ്മുടെ നടുവിലൊക്കെ ഹല്ലേലൂയ പലപ്പോഴും അന്ന് തിരിയുന്ന ഒരു ചിന്തയുണ്ട്. ഇന്ന വ്യക്തി വന്നാൽ അഭിഷേകം വ്യാപരിക്കും, ഇന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് അധികാരം വ്യാപരിക്കും. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, അഭിഷേകം ആർക്കും ദൈവം തീരെ എഴുതി കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. കൃപാവര ശുശ്രൂഷ ആരുടെയും പോക്കറ്റിലും ദൈവം കൊടുത്തിട്ടില്ല. നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനാണോ? നീ വചനം വായിക്കുന്ന ഒരു ദൈവദാസനാണോ? നിന്റെ ശുശ്രൂഷക്കകത്ത് ദൈവശക്തി വ്യാപരിക്കും. ഹല്ലേലൂയ. പരിചയം കൊണ്ട് ശുശ്രൂഷിക്കുന്നവർ പലരും പരാജയപ്പെടുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവർ ഒരു നാളും പരാജയപ്പെടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. Praise the Lord. ദൈവവചനത്തിന്റെ വികലമാകുന്ന വ്യാഖ്യാനങ്ങൾ കൊണ്ട് നിറയുന്ന പ്രസംഗവേദികൾ ഹല്ലേലൂയ ഈ കാലഘട്ടത്തിന്റെ സഭയുടെ ഒരു ശാപമാണെന്ന് തന്നെ വിളിച്ചു പറയുവാൻ ഹല്ലേലൂയ എന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുകയാണ്. Praise the Lord. ഹല്ലേലൂയ. പ്രഗൽഭനാകുന്ന ഒരു പ്രസംഗൻ ഒരിക്കൽ പ്രസംഗിച്ച വേദിയിൽ ഇങ്ങനെ പറയുകയാണ്, ഞാൻ പറയുന്ന പ്രസംഗത്തിനകത്ത് തിയോളജി ഉണ്ടാകത്തില്ല, പക്ഷെ വിടുതൽ ഉണ്ടാകുമെന്ന്. Praise the Lord. തിയോളജി ഉണ്ടാകത്തില്ല, വിടുതൽ ഉണ്ടാകുമെന്ന്. ആമേൻ. മറ്റൊരു പ്രഭാഷകൻ ഒരിക്കൽ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് യെശയ്യാ 53-ാമത്തെ അധ്യായത്തിൽ ഞാൻ പ്രസംഗിച്ചു തുടങ്ങുകയാണ്. അവിടെ തന്നെ എടുത്തു പറയുന്നു, യേശുവിനെ കുറിച്ച് ആ വാക്യത്തിൽ പറയുന്ന മുഖ്യ പ്രമേയം. പക്ഷേ ഇന്ന് പകൽ യേശുവിനെ കുറിച്ച് പറയാനല്ല എന്റെ മനസ്സിന്റെ ആഗ്രഹം, വിടുതലിനെ കുറിച്ച് പറയാനാ. Praise the Lord. ദൈവശാസ്ത്രമില്ലാത്ത, ദൈവവചനമില്ലാത്ത വിടുതലും, ദൈവത്തിന്റെ വചനത്തിന് അടിയുറപ്പില്ലാതെ അടിസ്ഥാനമില്ലാത്ത വ്യാഖ്യാനങ്ങളും ദൈവസഭയെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈയടിക്കപ്പുറം, ഒരു ഉപരിവിപ്ലവത്തിനപ്പുറം ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുന്നില്ലെങ്കിൽ ഇന്ന് പകൽ നാം ആരാധിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയം മുടക്കുന്നതും പണം മുടക്കുന്നതും വെറുതെ കൈകൊട്ടി പോകുവാനല്ല, ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കുവാൻ വേണ്ടിയാ, മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുവാൻ വേണ്ടിയാ. ഇന്ന് പകൽ അന്യഭാഷയെ തുള്ളുന്നവര് പുറത്തിറങ്ങുമ്പോൾ സ്വഭാവം മാറുന്നെങ്കിൽ, ഹല്ലേലൂയ, പഴയ മനുഷ്യരെ പോലെ തന്നെ നടക്കുന്നെങ്കിൽ ആരാധിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? Praise the Lord. Praise the Lord. ഇന്ന് പകൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവില് ഞാൻ ആ ഭാഗം മുമ്പോട്ട് കടന്നു പോകുകയാണ്. ശ്രദ്ധിക്കൂ, ഈ ഓട്ടത്തിന്റെ നടുവിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസനാകുന്ന ഇരമ്യാവിന്റെ ഒരു ജീവിത ചരിത്രമാണ് നാം ഇന്ന് പകൽ വായിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നത്. ഇരമ്യാവിന്റെ 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പ്രമേയമാണ്, ആശയമാണ്. ഒരു ഭാഗം നാം വായിക്കുമ്പോൾ ഒരു വാക്യത്തിന്റെ മാത്രം ബലത്തോടു കൂടെ ഒരു പ്രസംഗം പ്രസംഗിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കല്. അതിന്റെ പുറകിൽ ഒരു പശ്ചാത്തലമുണ്ട്, അതിന് ചുറ്റും ഒരു ഹല്ലേലൂയ പശ്ചാത്തലമുണ്ട്. ഈ പശ്ചാത്തലങ്ങളെ മനസ്സിലാക്കാതെ കേവലം വാക്യങ്ങൾ എടുത്ത് വിശകലനം ചെയ്താൽ വചനത്തിന്റെ ശക്തി നഷ്ടപ്പെടും. Praise the Lord. ഇമാജിനേറ്റീവ് പ്രീച്ചിങ് അല്ല നമുക്ക് വേണ്ടിയത്, ഇന്റലക്ച്വൽ പ്രീച്ചിങ് അല്ല വേണ്ടിയത്, തിരുവെഴുത്തിനകത്തുള്ള ഇൻസ്പയർഡ് പ്രീച്ചിങ് ദൈവസഭയ്ക്ക് ഇന്നത്തെ പകലിൽ ആവശ്യമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. അതെന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞത്? ആമേൻ. സാങ്കല്പിക പ്രസംഗങ്ങളാ എന്ന് പറഞ്ഞാൽ എന്തുവാ? പക്ഷി ഇങ്ങനെ ചിന്തിച്ചു കാണും, കോഴി ഇങ്ങനെ ചിന്തിച്ചു കാണും, പശു ഇങ്ങനെ ചിന്തിച്ചു കാണും എന്ന് പറഞ്ഞ് പശുവിന്റെയും കോഴിയുടെയും ചിന്തകൾ പ്രസംഗവേദി കൊണ്ടുവരിക. സ്വത്രം. ആര് പറഞ്ഞു നിങ്ങളോട് അങ്ങനെ ചിന്തിച്ചാൽ? കോഴി അങ്ങനെ ചിന്തിച്ചെന്ന് ആര് പറഞ്ഞു? Praise the Lord. അതിന് പ്രസംഗശാസ്ത്ര ദൈവവചനം പഠിക്കാൻ വേണ്ടി സെമിനാരിൽ ചെല്ലുമ്പോൾ ആദ്യ പാഠം ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, കുഞ്ഞെ എക്സിജീസിസ് ചെയ്യണം. എന്താ അതിന്റെ അർത്ഥം? എന്തുവാ എക്സിജീസിസ് എന്ന് പറഞ്ഞാൽ? ഒരു വാക്യം എടുത്ത് അത് നന്നായി 2-3 പ്രാവശ്യം വായിക്കണം, എന്നിട്ട് അതിനകത്തുള്ള ആശയം എന്താണെന്ന് പുറത്തു കൊണ്ടുവരും. നിന്റെ മനസ്സിനകത്തെ ആഗ്രഹം കൊണ്ടുവന്ന് വേദപുസ്തകത്തിന്റെ വാക്യത്തിനകത്ത് വെക്കരുത്.
സ്തോത്രം. ഇത് നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന എന്തെങ്കിലും ചിന്തകൾ കൊണ്ടുവന്ന് വാക്യത്തിന്റെ ഒരു പുറത്തേക്ക് വെച്ചിട്ട് പറയും അത് അങ്ങനെ ആയിരിക്കുമെന്ന്. ഇന്ന് പകൽ അപകടമാണെന്ന് ദൈവമക്കൾ അറിയാതെ പോകരുത്. വചനം വായിക്കുകയാണെങ്കിൽ അത് വ്യാഖ്യാനിച്ച് തന്നെ തിരിച്ചറിയണം. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുക. ശ്രദ്ധിക്കണേ, 2 തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ യിരെമ്യാവിന് ദൈവം വെളിപ്പെടുത്തി നൽകി കൊടുക്കുകയാ. എന്ത് തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ? അല്ലെങ്കിൽ ഒന്ന്, ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിഭിന്നമായി ദൈവത്തിന്റെ രാജാവാകുന്ന യോശിയാവ് ഒരു മാറ്റം വരുത്തുവാൻ വേണ്ടി ഒരുക്കപ്പെടുകയാ. ഇന്ന് പകൽ ഞാൻ ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, ഉണർവ് വെളിപ്പെടണമോ? രൂപാന്തരപ്പെടാൻ വേണ്ടി മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഉണർവിന് വേണ്ടി കൈവെക്കാവൂ. Praise the Lord. If you want a change, you cannot resist reforms and ask God for a change. നിന്നെ ദൈവം ഉണർത്തണമോ? ഹല്ലേലൂയ. നിന്നെ ശരിക്കും ദൈവം രൂപാന്തരപ്പെടാൻ വേണ്ടി പെടുത്താൻ വേണ്ടി നീ ഒരുക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. യോശിയാവ് രാജാവ് ഉത്തരവിട്ടു രൂപാന്തരത്തിന് വേണ്ടി ജനത്തിന് ഹല്ലേലൂയ മുന്നേറുവാൻ വേണ്ടി 11:9 മുതൽ 17 വാക്യങ്ങൾ. പക്ഷേ ആളുകളെല്ലാം പറഞ്ഞു അത് നടക്കത്തില്ല. രാജാവ് അങ്ങനെ ഹല്ലേലൂയ ഡിക്ലറേഷൻ ഒക്കെ നടത്തും, വാക്കുകളൊക്കെ പറയും, പക്ഷെ സമ്മതിക്കത്തില്ല. ഉണർവിന് വേണ്ടി രൂപാന്തരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങത്തില്ല. 2, വേറെ ഒരു കൂട്ടുകെട്ട് ദൈവത്തിന്റെ ദാസനാകുന്ന യിരെമ്യാവിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്താ? യിരെമ്യാവ് നല്ലൊരു പ്രവാചകനാ, പക്ഷേ ഹല്ലേലൂയ സദസ്സ് നോക്കി പ്രസംഗിക്കുന്ന പ്രഭാഷകനല്ല, ആളിന്റെ മുഖം നോക്കി പ്രഭാഷണം നടത്തുന്ന പ്രസംഗകനല്ല. ആൾ ആരാണെങ്കിലും രാജാവാണെങ്കിലും നേരെയാകേണ്ടവനോട് നേരെയാകണമെന്ന് ഹല്ലേലൂയ സധൈര്യം പ്രസംഗിക്കുവാൻ കഴിയുന്ന പ്രവാചകനാണ് യിരെമ്യാവ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രസംഗിക്കുന്ന പ്രവാചകന്മാർക്ക് അധികം കാലഘട്ടം നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അനാത്തോത്തിലെ ഹല്ലേലൂയ കുടുംബമാണ് യിരെമ്യാവിന്റെ കുടുംബം. അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു യിരെമ്യാവിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, ഇവനെ തട്ടിയാലേ ശരിയാകത്തുള്ളൂ. അങ്ങനെ യിരെമ്യാവിന് വിരോധമായിട്ട് ഗൂഢാലോചന നടത്താൻ വേണ്ടി തുടങ്ങി. ശ്രദ്ധിക്കണമേ, ഈ 2 കൂട്ടുകെട്ടും ദൈവത്തിന്റെ അഭിഷേകനാകുന്ന യിരെമ്യാവിന്റെ പ്രാർത്ഥന മുറിയിൽ ദൈവം വെളിപ്പെടുത്തി. ഇന്ന് പകൽ ഞാൻ ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുകൾ എവിടെ അരങ്ങേറിയാലും ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഹല്ലേലൂയ കൂട്ടുകെട്ടുകളെ, ബന്ധനങ്ങളെ തകർക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ടെന്ന് ഈ പകൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിന്റെ നടുവിലുണ്ട്? അവർ ഒരുമിച്ച് ചേർന്ന് ദൈവസഭയിൽ ആരാധിച്ചു തുടങ്ങട്ടെ. ദൈവസഭയ്ക്കകത്ത് ഹല്ലേലൂയ വ്യാപരിക്കുന്ന ഹല്ലേലൂയ എല്ലാ അന്യായ പോരുകളെയും ദൈവിക പരിജ്ഞാനത്തിന് വിപരീതമായി ഉയരുന്ന കൂട്ടുകെട്ടുകളെ യിരെമ്യാവിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ അതിനെ പൊളിക്കുവാൻ വേണ്ടി തുടങ്ങുകയാ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, വിശുദ്ധിക്കും വേർപാടിനും വിപരീതമായി ഉയരുന്ന കൂട്ടുകെട്ടുകളെ ദൈവം തകർക്കും. ഈ ആളുകൾ പറയുന്നത് ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല. കാരണം എന്തുവാ? പള്ളി ഞങ്ങളുടെ കയ്യിലുണ്ട്, ഹല്ലേലൂയ ഞങ്ങളൊരു വൃക്ഷത്തെ പോലെ നിൽക്കുകയാ, വീഴത്തില്ലെന്ന്. പക്ഷെ ദൈവം പറഞ്ഞു, വൃക്ഷം നിന്റേതാ, പക്ഷെ കൊടുങ്കാറ്റ് എന്റേതാ. വൃക്ഷം നിന്റേതാ, പക്ഷെ കൊടുങ്കാറ്റ് എന്റേതാ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഏത് വലിയ വൃക്ഷമോ ദൈവ പ്രമാണത്തിന് വിപരീതമായി ഉയരുന്നെങ്കിൽ ഇന്ന് പകൽ അതിനെ നിലംപരിചാക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കാറ്റുണ്ടത്. ആത്മാവിന്റെ ശക്തിയോടെ ഇതുപക ദൈവജനം ആത്മാവിലൊന്ന് ആരാധിച്ചു തുടങ്ങിക്കാട്ട്. അഭിഷക്തന്റെ കാലാവധികളെ നിർണയിക്കുന്നത്, അവന്റെ ജീവനെ നിർണയിക്കുന്നത് ഇതുപകൽ മനുഷ്യരല്ല. Praise the Lord. ദൂത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വെട്ടിയേക്കാം, ദൂത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റിയേക്കാം, പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവന് ഹല്ലേലൂയ മാറ്റി നിർത്തിയേക്കാം. ഇന്ന് പകൽ ആത്മാവ് ജനത്തോട് ദൂതായി വിളിച്ചു പറയുന്നു, യിരെമ്യാവ് ബാലനായിരുന്നപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവനെ തിരഞ്ഞെടുത്തത് ദൈവമാണെങ്കിൽ ഇന്ന് പകൽ അവന്റെ ശുശ്രൂഷകളുടെ അതിരുകളെ നിർണയിക്കുവാൻ ഒരനാത്തോത്തിലെ കൂട്ടുകാർക്കും കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നീറുന്ന പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ വിഷയം നീ ദൈവത്തിന്റെ കരത്തിലേക്ക് ഇത് പകൽ ഏൽപ്പിക്കാൻ ഒരുക്കപ്പെടട്ടെ. ആമേൻ. ദൈവമക്കളെ, ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടേണ്ടി വരും, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. വോട്ടിടാൻ ഞാനും ദൈവവും മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഇന്ന് പകൽ നീ ദൈവത്തോട് കൂടെ നിൽക്കുകയാണെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്നവർ ഒരു പക്ഷേ സമ്മതിദാനം പിൻവലിച്ചാലും, ഇഫ് ഗാഡ് ഈസ് ദേർ ടു വോട്ട് ഫോർ യു, ഇഫ് ഗാഡ് ഈസ് ദേർ ടു വോട്ട് ഫോർ യു, നിനക്ക് വേണ്ടി ഇന്ന് പകൽ ദൈവം കരം ചലിപ്പിച്ചാൽ അനാത്തോത്തിലെ മുഴുവൻ പുരോഹിതന്മാരും പറഞ്ഞു, ഇവനെ കൊണ്ട് നമ്മൾ തീർത്തേക്കാം, മാറ്റിയേക്കാം. പക്ഷെ ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നീ ഭയപ്പെടണ്ട. സ്തോത്രം.
ഇരമ്യാവിനൊരു തിയോളജി ഉണ്ട്. ദ തിയോളജി ഓഫ് Jeremiah, in Jeremiah 12 chapter 1 verse onwards. ദൈവശാസ്ത്രമുള്ളവരാ എല്ലാ ദൈവമക്കളും. എല്ലാവർക്കും ഉണ്ട് ഓരോ ദൈവശാസ്ത്രം. ഇരമ്യാവിൻ്റെ ദൈവശാസ്ത്രം സംശയിക്കപ്പെടുക. കാരണം എന്താ? ഇരമ്യാവ് നോക്കുമ്പോൾ ഒരു വശത്തുനിന്ന് ദൈവത്തിൻ്റെ പദ്ധതികളെ തള്ളിക്കളയുന്ന ജനം, അടുത്തൊരു സ്ഥലത്ത് ഇരമ്യാവിനെ കൊന്നുകളയാൻ വേണ്ടി കൂട്ടുകെട്ട് കൂടുന്ന അനാത്തോത്തിലെ പുരോഹിതന്മാർ. ഇവർ രണ്ടിന്റെ നടുവിൽ ഇരമ്യാവ് പറയും, അയ്യോ, അറുക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെയാണല്ലോ ഞാൻ. പക്ഷെ ദൈവം പറഞ്ഞു, ഇരമ്യാവേ, നീ കാലാൽപ്പടയോടെ ഓടി ക്ഷീണിച്ചാൽ നീ കുതിരപ്പടയോടുകൂടെ എങ്ങനെ ഓടും? ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ ശക്തീകരിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ഒരു സന്ദർശനമാണ് ഈ ഓട്ടത്തിൽ നിനക്ക് വിരോധമായി വന്നുകൊണ്ടിരിക്കുന്നത്. സ്വത്രം സ്വത്രം. ദൈവത്തിന്റെ നോട്ടം ദുഷ്ടത പ്രവർത്തിക്കുന്നവന്റെ മേലല്ല, ദൈവത്തിന്റെ നോട്ടം ഭക്തന്റെ പുറത്ത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഇരമ്യാവ് ദൈവത്തോട് പറയുക, ദൈവമേ, ഇതിൻ്റെ നടുവിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. എങ്ങനെ നിൽക്കാനാ? ഞാൻ അൺക്വാളിഫൈഡ് ആണ്, ഇതിൻ്റെ നടുവിൽ പ്രതിസന്ധികളാ എന്ന് പറഞ്ഞ ദൈവദാസൻ ദൈവത്തോട് പറയുക, ദൈവം, നീ എങ്ങനെ ഇത് അനുവദിക്കുന്നത്? ഇത് ദുഷ്ടതയാണെന്ന് നിനക്കറിയത്തില്ലേ? ഇത് തെറ്റാണെന്ന് നിനക്കറിയത്തില്ലേ? പിന്നെ നീ എന്താ മൗനമായിട്ടിരിക്കുന്നത്? യോഗ്യതയില്ലാത്തവൻ, അനുസരണം കെട്ട് നടക്കുന്നവൻ, പ്രയോജനമില്ലാത്തവൻ, അല്ലെങ്കിൽ ഭക്തൻ വിഷമിച്ച് നടക്കുമ്പോൾ പാപി ആഘോഷിച്ച് നടക്കുന്നത് എന്ത്? ഹല്ലേലൂയ. ദൈവം പറയുക, നീ അവരെ നട്ടത്. ഇരമ്യാവ് 2:12 പറയുക, നീ അവരെ നട്ടത്. അർത്ഥം എന്തുവാ? ഇന്ന് പകൽ വേദന അനുഭവിക്കുന്ന ദൈവമക്കളെ, നട്ടത് ദൈവമാണെങ്കിൽ പറിക്കാനും ദൈവത്തിനറിയാം. നട്ടതിനെ വളർത്തുന്നവൻ ദൈവമാണെങ്കിൽ, നട്ടത് ദൈവത്തിന് പ്രയോജനമല്ലെങ്കിൽ അതിനെ മാറ്റാനും അറിയുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽ ദൈവമക്കൾ അറിയാതെ പോകരുത്. സ്വത്രം. ദൈവമേ, നീ എന്തിനാ ഇത് അനുവദിക്കുന്നത്? ഇത് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നതിന് നടുവിൽ ദൈവം വന്നിട്ട് ഇരമ്യാവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഇരമ്യാവേ, നീ കാലാൽപ്പടയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. 2 സൈന്യങ്ങൾ ഒരുമിച്ച് യുദ്ധത്തിന് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ നേർക്കുനേരെ അവർ ഏറ്റവും ആദ്യം വിടുന്നത് എന്തിനാണെന്നറിയാമോ? കാലാൽപ്പടയാ വിടുന്നത്. കാലാൽപ്പടയുടെ പ്രത്യേകത, വലിയ ആയുധം കാണത്തില്ല അവരുടെ കയ്യിൽ. യുദ്ധം ചെയ്യുവാൻ വലിയ നൈപുണ്യമൊന്നും അവർക്കില്ല. സ്വത്രം. പക്ഷെ ഒരു ഗുണമുണ്ട്, ഒത്തിരി എണ്ണം കാണും. എന്തിനാ ഈ കാലാൽപ്പട സൈനികന്മാർ ആദ്യം വിടുന്നത്? എതിരെ വരുന്ന ശത്രുവിനെ കുറച്ചെണ്ണത്തെ അങ്ങ് ഒതുക്കാൻ വേണ്ടിയാ. സ്വത്രം. ഇന്ന് പകൽ 2024 ജനുവരി മാസം 27 ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ, 2023 ഒത്തിരി കാലാൽപ്പടകൾ നിനക്ക് നേരെ വന്നിട്ട് ഇന്ന് പകൽ നീ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ നിൽക്കുന്നത് ശരിയായ റേസ് ട്രാക്കിനകത്ത് തന്നെയാ. നിന്റെ ഓട്ടം മാറിപ്പോയിട്ടില്ല. സ്വത്രം. പക്ഷെ എനിക്ക് പറയാനുള്ള ദൂത് ഞാൻ പറഞ്ഞു 1-2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുക. ശ്രദ്ധിക്കണേ, കാലാൽപ്പടയെ കണ്ട് ക്ഷീണിക്കുന്ന ഇരമ്യാവിനോട് ദൈവം പറയുക, ഇതിലും ഉഗ്രന്മാരാ വരുന്നത്. സ്വത്രം. ചില പ്രശ്നങ്ങളൊക്കെ മാറുമ്പോൾ നമ്മൾ ഓർക്കും തീർന്നെന്ന്. ഇല്ല, കാലാൽപ്പട മാറിയെന്നേ ഉള്ളൂ. ഇനി വരുന്നത് കുതിരപ്പടയാ. Praise the Lord. The fight is going to get fiercer. ഇന്ന് പകൽ ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, 2023 സഭ നേരിട്ടതിലും വലിയ പ്രതിസന്ധികളിലേക്ക് 2024 സഭ നീങ്ങുകയാ. കാരണം എന്ത്? The world is getting the grip from Satan. പിശാച് ലോകത്തിന്മേൽ അവന്റെ പിടി മുറുക്കിക്കൊണ്ടിരിക്കുകയാ. പക്ഷെ ദൈവസഭയോട് ഇന്ന് പകൽ ആലോചന പറയട്ടെ, ലോകത്തിൽ പിശാച് പിടിമുറുക്കുമ്പോൾ ദൈവസഭയിൽ ദൈവം പിടിമുറുക്കുകയാ. ആത്മാവിൽ ഇന്ന് പകൽ ഒന്ന് ആരാധിച്ചു തുടങ്ങിക്കാത്ത പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരെ തൊടുന്നൊരു പകലാകട്ടെ. അന്ത്യകാലത്ത് സകല ജനത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് വാഗ്ദത്തം പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ജനത്തോട് വിളിച്ചു പറയുന്നു, നിന്നെ ശക്തീകരിക്കുവാൻ കഴിയുന്ന കുതിരപ്പടകൾ വരുന്നുണ്ട്. നീ കാലാൽപ്പട കണ്ട് ക്ഷീണിച്ചു നിൽക്കുക. കുതിരപ്പട പുറകിൽ വരുന്നുണ്ട്. ദൂത്
പ്രതിസന്ധി വലുതാണോ അനുഗ്രഹം വലുത്? പ്രതികൂലം വലുതാണോ ദൈവത്തിന്റെ ശക്തി വലുത്? സ്വത്രം. ചോദ്യം, ഒരു സാധാരണ മനുഷ്യന് ഒരു കുതിരയുടെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. പോലീസുകാർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാവലറിയ. എന്തിനാ? ഒരു കുതിര ഒരിടത്ത് വന്നാൽ 100 എണ്ണത്തെ ഒതുക്കി നിർത്താം. ഒരു കുതിര ഒരിടത്ത് വന്നാൽ 100 എണ്ണത്തെ ഒതുക്കി നിർത്താം. അപ്പോൾ നാച്ചുറലായി സ്വന്തം ശക്തിയിൽ ഒരു മനുഷ്യനും ഒരു കുതിരയ്ക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്ന് പകൽ ദൈവം പറയുക, റേസ് ട്രാക്കിന് ഞാൻ രൂപാന്തരം വരുത്തുകയാ. ഇതുവരെ നീ കാലാൾപ്പടയോടുകൂടെ ഓടിക്കൊണ്ടിരുന്നതാ. പക്ഷെ നിനക്ക് വഹിക്കാൻ കഴിയുന്നതിലും വലിയ പ്രതിസന്ധി നിനക്ക് വിരോധമായി കയറി വരിക. എന്നാൽ ഇന്ന് പകൽ ഇതുവരെ നീ അറിയാത്ത ഒരു ആത്മശക്തിയുടെ വ്യാപാരം ദൈവ സഭകൾക്കകത്തേക്ക് ദൈവം പകരുവാൻ വേണ്ടി ഒരുക്കപ്പെടുക. വിശ്വസിക്കുന്നവര് ആത്മാവിൽ അല്പനിമിഷം ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഇരമ്യാവ് ദൈവത്തിന്റെ അനീതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ദൈവം ഇരമ്യാവിനോട് പറയുകയാ, എന്റെ അനീതിയല്ല, നിന്റെ ബലഹീനതയെ ഞാൻ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ഒരുക്കപ്പെടുകയാ. ചില അനീതികളെ തകിടം മറിക്കുവാൻ കഴിയുന്ന എല്ലാ ദൈവജനം അല്പനിമിഷം കർത്താവിനെ കൊണ്ട് ആരാധിച്ച ഈ പകലൊരു ദൈവശക്തിയുടെ വ്യാപാരം ദൈവസഭകൾക്കകത്ത് വ്യാപരിക്കുന്നത്. യെസ് 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 നീ ഇന്നലെ നേരിട്ട പ്രതിസന്ധികളല്ല അതിലും ശക്തമായത്, അതിലും വീര്യമുള്ളത്, അതിലും കഴിവുള്ളത് നിനക്ക് നേരെ കടന്നു വരുമ്പോൾ ഇത് പകൽ തോറ്റോടുവാനല്ല. ആർക്കും തോൽപ്പിക്കുവാൻ പറ്റാത്ത ചിലതിനെ തോൽപ്പിക്കുവാൻ ഇന്ന് പകൽ ദൈവം നിന്റെ മേൽ പ്രത്യേക കരുത്ത് പകരുകയാ, പ്രത്യേക അഭിഷേകം പകരുകയാ. അഭിഷിക്തന്മാരെ, നീ ഇതുവരെ നേരിടാത്ത ചില പ്രതികൂലങ്ങളെ നീ നേരിടുമ്പോൾ ഇന്ന് പകൽ നിന്റെ കരമുയർത്തി നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഇന്ന് പകൽ അതിനെ ഓടിപ്പിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാർ. കേൾക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.